മിഥുൻ പലതവണ ഭീഷണി മുഴക്കി മുന്നറിയിപ്പുകൾ നൽകി അതിലൊന്നും മുട്ടുമടങ്ങാതിരുന്ന ഇറാന് ഒരു വൺ ടൈം അറ്റാക്കിലൂടെ തങ്ങളുടെ കരുത്ത് എന്താണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അമേരിക്ക എന്നതാണ് സാഹചര്യം. ട്രംപ് അതുതന്നെയാണ് അടിവരയിട്ട് പറയുന്നതും. നേരത്തെ വിദേശകാര്യ വിദഗ്ധർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി പന്തുള്ളത് ഇറാന്റെ കോർട്ടിലാണ്. അത് സമാധാനം വേണമോ, ആ പാതയിലേക്ക് ആ പന്ത് തട്ടണമോ, അതോ പ്രത്യാഘാതം തിരിച്ചടി എന്നുള്ള പ്രത്യാക്രമണം തിരിച്ചടി എന്നുള്ള പാതയിലേക്ക് ആ പന്ത് തട്ടണമോ എന്നുള്ളത് ഇനി ഇറാന് തീരുമാനിക്കാം. ഒരു പ്രത്യാക്രമണം നടത്താനുള്ള കരുത്തൊന്നും ഇറാൻ ഇല്ല എന്നുകൂടി ട്രംപ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കാം ഉണ്ടാകാൻ പോകുന്ന പ്രതികരണം എന്നുള്ളതിലാണ് ഏറെ ആകാംക്ഷയും ആശങ്കയും ഒരേപോലെ നിലനിൽക്കുന്നത്. അല്ലേ മിഥുൻ? അതെ, തീർച്ചയായും. എന്താണ് ഇനി ഇറാൻ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. സ്വാഭാവികമായും ഒരു കീഴടങ്ങളിലേക്ക് ഇറാൻ വരാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന രീതിയിലുള്ള വിദഗ്ധ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, അമേരിക്ക ഒരു ശക്തമായ മുന്നറിയിപ്പ്, നേരത്തെ വാക്കുകൾ കൊണ്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയെങ്കിൽ ഇന്നത് തെളിയിച്ച് കാണിച്ചിരിക്കുന്നു. ഇറാൻ നേരത്തെ ഭയന്നതും ഈ ഒരു ബങ്കർ ബസ്റ്റർ ബോംബുകളെ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഈ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ അല്ലെങ്കിൽ അത് തുളച്ചു കയറാൻ, ഈ മലയിടുക്കുകളിലുള്ള ഈ ആണവ കേന്ദ്രം തകർക്കാൻ അമേരിക്കയെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു കാര്യം ഇറാനും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ നേരത്തെ തന്നെ ഭയക്കുകയും ചെയ്യുന്നത്. നേരത്തെ ആണവ ഊർജ്ജ ഏജൻസി ഒക്കെ രീതിയിൽ ബന്ധപ്പെടുകയും ഇത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ ഇറാൻ അത് നൽകിയതും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. പക്ഷേ ആ രീതിയിൽ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടാവുകയും കൃത്യമായ രീതിയിൽ അത് വിജയിപ്പിക്കാനും ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാനും അമേരിക്കയ്ക്ക് സാധിച്ചതിലൂടെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നു, ഒരു ഭീഷണി തന്നെ നൽകുന്നു. ഇനി ചർച്ചയ്ക്ക് തയ്യാറാകണം, അല്ല എങ്കിൽ ഉടൻ തന്നെ ഇതിൻ്റെ മറുതിരിച്ചടികൾ വീണ്ടും ഉണ്ടാകും. അത് വലിയ രീതിയിൽ ഭയാനകരമായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സൂചന കൂടിയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം, ഇങ്ങനെ ആക്രമണം നടന്നിട്ടുണ്ട്, പക്ഷേ നേരത്തെ തന്നെ ഇവിടേക്ക് ഒഴിപ്പിക്കൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. മറ്റ് ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല. മറ്റൊന്ന് ഏറ്റവും പ്രധാനമായി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, ഇതുവരെയും ഇറാന്റെ ഈ നയം വ്യക്തമാക്കുന്നത് വിദേശകാര്യമന്ത്രി മാത്രമാണ് എന്നുള്ളത് തന്നെയാണ്. ഖമനേയിയുടെ വാക്കുകൾ കേട്ടിട്ട് ഏകദേശം 4 ദിവസത്തോളമായി എന്നുള്ളത് തന്നെയാണ്. ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്താൻ ഇതുവരെയും അയത്തുള്ള അലി ഖമനേയി, അവരുടെ പരമോന്നത നേതാവ്, തയ്യാറായിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾ, ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ ഇറാനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതനുസരിച്ച് തന്നെയായിരിക്കും ഇറാന്റെ ഭാവി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇസ്രായേൽ ആഗ്രഹിച്ച പോലെ ഉള്ള ഒരു ആക്രമണം ഇപ്പോൾ യുഎസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. യുഎസ് കൂടി എത്തിയതോടുകൂടി പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു, കൂടുതൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ വായിച്ചെടുക്കേണ്ടത്. തീർച്ചയായും ജി മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും കരുത്തൊന്നുകൂടി ഇറാനെ ഓർമ്മിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അമേരിക്ക ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലക്ഷ്യം വെച്ചത് എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. ഇനി ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം. നമുക്ക്